മാർപ്പാപ്പയുടെ വിയോഗത്തിൽ, ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗത്തിൽ എത്രത്തോളം ദുഃഖിതരാണ്. അത് കത്തോലിക്ക സഭ മാത്രമല്ല, മറ്റെല്ലാവരും, ലോകം ഒന്നടങ്കം കഷ്ടപ്പെടുന്നവരും ദുരിതം അനുഭവിക്കുന്നവരും ഒക്കെ എത്ര സങ്കടത്തിലാണ് എന്ന് പറഞ്ഞിരുന്നു. പ്രത്യേക പ്രാർത്ഥനകൾ നടക്കുകയാണ് വിവിധ പള്ളികളിൽ. ജനഹൃദയങ്ങളെ സ്പർശിച്ച വ്യക്തിത്വമായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയുടേത്. അദ്ദേഹത്തിൻ്റെ ജന്മനാടായ അർജന്റീനയിൽ പ്രത്യേക പ്രാർത്ഥനകളോടെയാണ് ഇന്ന് അവർ അനുസ്മരിക്കുന്നത് മാർപ്പാപ്പയെ. വല്ലാത്ത സങ്കടകരമായൊരു അവസ്ഥയാണ്. അദ്ദേഹത്തിൻ്റെ താമസ സ്ഥലം സീൽ ചെയ്യുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. വളരെ സജീവമായി ഒരു സാന്നിധ്യം ഉണ്ടായിരുന്ന ഇടം സീൽ ചെയ്യുകയാണ്. ഇനി തുടർ നടപടികളിലേക്കാണ്. നമുക്ക് ഒരു അതിഥിയൊപ്പം ചേരുന്നുണ്ട്. ഫാദർ തോമസ് തറയിൽ ആണ്, KCBC പ്രതിനിധി വക്താവാണ്. ശ്രീ തോമസ് തറയിൽ, മാതൃഭൂമി ന്യൂസിലേക്ക് സ്വാഗതം. ഫാദർ, താങ്കൾ എങ്ങനെയാണ് ഈ അവസരത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയെ അനുസ്മരിക്കുന്നത്? ഫ്രാൻസിസ് പാപ്പായെ ഓർക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മാനവ സ്നേഹവും പ്രപഞ്ച സ്നേഹവും പ്രത്യേകം എടുത്തു പറയുകയാണ്. ലോകത്തിന് ഒരു പിതാവെന്നുള്ള നിലയിൽ, ഒരാചാര്യൻ എന്നുള്ള നിലയിൽ ദിശാബോധവും മാർഗദർശനവും നൽകിയാണ് പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ കടന്നുപോയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പഠനങ്ങളും അദ്ദേഹത്തിൻ്റെ ജീവിതാദർശങ്ങളും അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ വാക്കും പ്രവൃത്തിയും ഒരുമിച്ച് കൊണ്ടുപോയിക്കൊണ്ട് ഈ കാലഘട്ടത്തിൽ ലോകത്തിൻ്റെ മനസ്സാക്ഷിക്ക് മാതൃകയായിട്ട് പരിശുദ്ധ പിതാവ് ജീവിക്കുകയായിരുന്നു. തീർച്ചയായിട്ടും. ഇനി കർദിനാൾ സഭ ചേരുക എന്നതാണല്ലോ. ഈ കർദിനാൾ സഭയുടെ നടപടിക്രമങ്ങൾ എന്തായിരിക്കും? പരിശുദ്ധ പാപ്പ ദിവംഗതനായി കഴിഞ്ഞാൽ കർദിനാൾ സംഘം ഒരുമിച്ച് വരണം. അതിനുള്ള സമയം, അത്യാവശ്യം സമയം, ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും കർദിനാളന്മാർ വത്തിക്കാനിൽ എത്തണം. അതിനുള്ള സമയം നൽകും. സഭയ്ക്ക് വ്യവസ്ഥാപിതമായ ചട്ടങ്ങളും നിയമങ്ങളുമുണ്ട്. ഒരു പരിശുദ്ധ പിതാവ് ദിവംഗതനായി കഴിഞ്ഞാൽ ആ കാലഘട്ടത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതിനെക്കുറിച്ച് ആദ്യമേ തന്നെ കർദിനാൾ സംഘത്തിൽ നിന്നും നിയമിക്കപ്പെട്ടിരിക്കുന്ന കർദിനാൾ കമർലെങ്കോ, ഇപ്പോൾ കാർഡിനൽ ജോസഫ് ഫാരൽ ആണ്. അദ്ദേഹമാണ് ഇനിയുള്ള കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തേണ്ടത്. ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ പിതാവ് ദിവംഗതനായി കഴിഞ്ഞുള്ള കാലഘട്ടത്തിൽ സേദേ വക്കാന്തെ സീറ്റ് MD ആണ് എന്ന് ആണ് അറിയപ്പെടുന്നത്. ആ സമയത്ത് അദ്ദേഹമാണ് കാര്യങ്ങൾ നടത്തുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ പേപ്പൽ ഹൗസ് ഹോൾഡിലെ പ്രധാനപ്പെട്ട ആളുകൾ ഒരുമിച്ച് പാപ്പായുടെ താമസ സ്ഥലം സീൽ ചെയ്യും. പാപ്പ ഉപയോഗിക്കുന്ന ഔദ്യോഗിക മുദ്ര അത് പ്രത്യേകമായ ചടങ്ങുകളോടെ നശിപ്പിച്ച് കളയും. ഇനിമേൽ അദ്ദേഹത്തിൻ്റെ ആ ഔദ്യോഗിക മുദ്ര ഒന്നിനും ഉപയോഗിക്കാൻ പാടില്ല. അതുകൊണ്ട് അത് നശിപ്പിച്ച് കളയും. അതൊക്കെ ചടങ്ങുകളുടെ ഭാഗമാണ്. പാപ്പ മരിച്ചു കഴിഞ്ഞാൽ 15 മുതൽ 20 വരെ ദിവസത്തിനകം കർദിനാളന്മാർ നിശ്ചയിക്കുന്ന, കർദിനാൾ സംഘം കൂടി നിശ്ചയിക്കുന്ന ഒരു ദിവസം കോൺക്ലേവ്, പാപ്പായെ തിരഞ്ഞെടുക്കുവാനുള്ള ആ നടപടികൾ ആരംഭിക്കണമെന്നുള്ളതാണ്. അപ്പോൾ കർദിനാളന്മാർ ഒരുമിച്ച് വത്തിക്കാനിൽ വന്ന് യോഗം, കർദിനാൾ കമർലെങ്കോയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് ആ ദിവസം തീരുമാനിക്കും. അതിനു മുൻപ് പരിശുദ്ധ പിതാവിൻ്റെ മൃതസംസ്കാര കർമ്മങ്ങൾക്ക് വേണ്ടിയുള്ള ആ ദിവസവും നിശ്ചയിക്കും. മരണത്തിന് ശേഷം 4 മുതൽ 6 വരെയുള്ള ദിവസങ്ങൾക്കകം ആ മൃതസംസ്കാര ശുശ്രൂഷകൾ ക്രമീകരിക്കണം എന്നുള്ളതാണ് ചട്ടം. അതിനും ആവശ്യമായിട്ടുള്ള വ്യവസ്ഥകളുണ്ട്, എപ്രകാരമാണ് മൃതസംസ്കാര ശുശ്രൂഷകൾ നിർവഹിക്കേണ്ടതെന്നുള്ളത്. എന്നാൽ പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പായുടെ കാര്യത്തിൽ പാരമ്പര്യങ്ങൾ പലതും മാറ്റിവെക്കുവാനാണ് തൻ്റെ ജീവിത ലാളിത്യം മൂലം പരിശുദ്ധ പിതാവ് ആഗ്രഹിച്ചത്.
സാധാരണയായി പാപ്പാമാരെ അടക്കം ചെയ്യുക വത്തിക്കാനിലെ സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കായുടെ ക്രിപ്റ്റിലാണ്. എന്നാൽ ഫ്രാൻസിസ് പാപ്പ ആവശ്യപ്പെട്ടിരുന്നു അവിടെയല്ല, റോമിൽ തന്നെയുള്ള സാങ്താ മരിയ മജോരെ മേരി മേജർ ബസിലിക്കായിലാണ് തന്നെ അടക്കം ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അത് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കർദിനാൾ സംഘം ഒരുമിച്ച് ചേർന്ന് തീരുമാനങ്ങളെടുക്കുന്നതായിരിക്കും. ഈ പ്രത്യേക ചട്ടങ്ങൾ നിലവിൽ വന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗത്തിന് ശേഷം ആ ചട്ടങ്ങൾ എന്തായിരിക്കും? അതിനും വ്യക്തമായ നിഷ്കർഷ ഉണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും പരിശുദ്ധ പിതാവ് തന്നെ അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ തന്നെ തൻ്റെ മരണത്തിന് ശേഷമുള്ള കർമ്മങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. പാരമ്പര്യ ആചാരങ്ങൾ ആവശ്യമുള്ളവ നിലനിർത്തിക്കൊണ്ട് തന്നെ, എന്നാൽ ആഘോഷങ്ങളും ആർഭാടങ്ങളും പരമാവധി ചുരുക്കിക്കൊണ്ട് തൻ്റെ മൃതസംസ്കാര ശുശ്രൂഷയും നിർവഹിക്കണമെന്നാണ് പരിശുദ്ധ പിതാവ് ആഗ്രഹിച്ചിട്ടുള്ളതും എഴുതി വച്ചിട്ടുള്ളതും. ഉദാഹരണത്തിന് സാധാരണയായി പാപ്പാമാരുടെ മൃതദേഹം സാഘോഷം കാസ്കറ്റിലേക്ക്, നമ്മുടെ മൃതസംസ്കാര പേടകത്തിലേക്ക് മാറ്റുന്ന ചടങ്ങുകളുണ്ട്. അത് 3 പേടകങ്ങളിലേക്കാണ് മാറ്റുക. ഓക്കുമരം കൊണ്ടുള്ളത്, വെള്ളി കൊണ്ടുള്ളത്, അങ്ങനെയായിട്ടുള്ള 3 പേടകങ്ങളിലാക്കിയാണ് സാധാരണ പാപ്പാമാരുടെ മൃതദേഹം അടക്കം ചെയ്യുന്നത്. എന്നാൽ പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ നിഷ്കർഷിച്ചിരിക്കുക അതിൻ്റെ ആവശ്യമില്ല, ഒരു പേടകത്തിൽ തൻ്റെ ശരീരം സൂക്ഷിക്കുകയും അടക്കം ചെയ്യുകയും ചെയ്താൽ മതി എന്നുള്ളതാണ്. തുടർ നടപടികൾക്കായി ചുമതല നൽകുക, മറ്റൊരാൾക്ക് നൽകുക, അത്തരം കാര്യങ്ങൾ നിയമപരമായ നിഷ്കർഷ അതിലുമുണ്ടോ? അതെ, തുടർ നടപടികൾ എപ്രകാരമായിരിക്കണമെന്ന് സഭയ്ക്ക് പരമ്പരാഗതമായ ചട്ടമുണ്ട്. അതാണ് നേരത്തെ തന്നെ നിശ്ചയിക്കപ്പെട്ട ഒരു കർദിനാൾ കമർലങ്കോ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക നാമം. പാപ്പായുടെ മരണം സ്ഥിരീകരിക്കുന്നത് മുതൽ അദ്ദേഹമാണ് ഈ സഭയുടെ ഭരണരംഗത്ത് ഏറ്റവും തലപ്പത്ത് നിൽക്കുന്നത്. ഇനിയുള്ള നാളുകൾ, അടുത്ത പാപ്പായെ തിരഞ്ഞെടുക്കുന്നത് വരെ ഉള്ള നാളുകൾ കർദിനാൾ കമർലങ്കോ, ഇപ്പോൾ അത് കർദിനാൾ ജോസഫ് ഫാരൽ ആണ് കമർലങ്കോ ആയിട്ടുള്ളത്. അദ്ദേഹമാണ് പാപ്പായുടെ മരണം ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ച് ലോകത്തെ അറിയിക്കുന്നത്. തുടർന്ന് പാപ്പായുടെ വസതി സീല് ചെയ്ത് സൂക്ഷിക്കുന്നതും പാപ്പായുടെ മുദ്രമോതിരം നശിപ്പിച്ച് കളയുന്നതും കർദിനാളന്മാരുടെ സംഘം വിളിച്ചു ചേർത്ത് ആലോചനകൾ നടത്തുന്നതും മൃതസംസ്കാര ശുശ്രൂഷകൾക്ക് വേണ്ട ക്രമീകരണങ്ങൾ നടത്തുന്നതുമെല്ലാം കർദിനാൾ കമർലങ്കോയാണ് ചെയ്യേണ്ടത്. അദ്ദേഹമാണിപ്പോൾ സഭയുടെ തലപ്പത്തുള്ളയാൾ. ഫാദർ, ഈ പൊതുദർശനത്തിൻ്റെ രീതികൾ എങ്ങനെയായിരിക്കും? എല്ലാവർക്കുമായി പൊതുദർശനം അനുവദിക്കുമോ? തീർച്ചയായിട്ടും പൊതുദർശനം എല്ലാവർക്കും അനുവദിക്കും. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പായുടെ വിയോഗ സമയത്ത് നമ്മൾ കണ്ടതാണ്. ഏതാണ്ട് 20 ലക്ഷത്തിലധികം ആളുകൾ അന്ന് പാപ്പായുടെ മൃതദേഹം ദർശിക്കുവാനായിട്ട് മണിക്കൂറുകളോളം, 10-15 മണിക്കൂറുകളോളമൊക്കെ ക്യൂ നിന്ന് സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കായിൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹം ദർശിച്ചിരുന്നു. സ്വാഭാവികമായിട്ടും അതുപോലെ തന്നെ പാപ്പായുടെ മൃതദേഹ ദർശനത്തിനുള്ള ക്രമീകരണങ്ങൾ കർദിനാളന്മാരുടെ സംഘം ഒരുമിച്ച് ചേർന്ന് ചെയ്യും. ഇന്ന് മിക്കവാറും അതിനുള്ള തീരുമാനങ്ങൾ പുറത്തു വരുമെന്നാണ് മനസ്സിലാക്കുന്നത്. അത് ആദ്യം പാപ്പായുടെ പ്രൈവറ്റ് അപ്പാർട്ട്മെൻറ്റിലും പ്രൈവറ്റ് ചാപ്പലിലുമായിരിക്കും. വത്തിക്കാൻ ഹൗസ് ഹോൾഡ്, അവിടെയുള്ള പാപ്പായുടെ ഏറ്റവും അടുത്ത ആളുകൾക്ക്, അതുപോലെ തന്നെ പാപ്പായുടെ കുടുംബാംഗങ്ങൾക്കും പങ്കുചേരത്തക്ക രീതിയിലുള്ള ആദ്യ ദർശന ക്രമീകരണങ്ങൾ. തുടർന്ന് സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കായിൽ ദർശനം നൽകും. അവിടെ പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും വന്ന് പാപ്പായെ കാണുവാനുള്ള അവസരം ക്രമീകരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഏറ്റവും പ്രത്യേകിച്ച് പരിശുദ്ധ പാപ്പ എപ്പോഴും ജനങ്ങളോട് അടുത്ത് നിന്ന വ്യക്തിയാണ്, ജനങ്ങളുടെ ഇടയിലായിരിക്കുവാൻ ആഗ്രഹിച്ച വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ നിശ്ചയമായിട്ടും എല്ലാവർക്കും പാപ്പായെ ദർശിക്കുവാനുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാവും. ഫാദർ തോമസ്, കേരളത്തിൽ നിന്നും പുറപ്പെട്ട വൈദികരുടെ സംഘത്തിൽ എത്ര പേരുണ്ട്? പുറപ്പെട്ടു കഴിഞ്ഞോ അതോ ഇനി പുറപ്പെടാനിരിക്കുന്നതേ ഉള്ളൂ? അതിൻ്റെ വിശദാംശങ്ങൾ കൂടി പങ്കുവയ്ക്കാമോ? കേരളത്തിൽ നിന്ന് നിശ്ചയമായിട്ടും പങ്കെടുക്കുന്നത് കർദിനാളന്മാരാണ്. കർദിനാളന്മാരെല്ലാവരും, ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുമുള്ള കർദിനാളന്മാർ
യാത്ര ചെയ്യാൻ പറ്റുന്ന ആളുകൾ എല്ലാവരും കർദിനാൾ സംഘത്തിലേക്ക് വത്തിക്കാനിലേക്ക് എത്തിച്ചേരും. പാപ്പായെ തിരഞ്ഞെടുക്കുന്ന കോൺക്ലേവിൽ 80 വയസ്സിന് താഴെയുള്ള കർദിനാളന്മാർ, പാപ്പ മരിക്കുന്ന സമയത്ത് 80 വയസ്സ് പൂർത്തിയായിട്ടില്ലാത്ത കർദിനാളന്മാരാണ് പങ്കെടുക്കേണ്ടത്. പക്ഷേ പാപ്പായുടെ മൃതസംസ്കാര ശുശ്രൂഷകളിൽ എല്ലാ കർദിനാളന്മാരും 80 വയസ്സ് കഴിഞ്ഞവരും യാത്ര ചെയ്യാൻ പറ്റുന്ന എല്ലാവരും റോമിൽ എത്തിച്ചേരുകയും പാപ്പായുടെ ആ സംസ്കാര ശുശ്രൂഷകളിൽ പങ്കുചേരുകയും ചെയ്യും. മറ്റ് ആളുകൾ, മെത്രാന്മാർ, വൈദികർ, അങ്ങനെയുള്ളവർ, സാധ്യമാകുന്നവരൊക്കെ റോമിലെത്തുകയും അതിൽ പങ്കുചേരുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഔദ്യോഗികമായ സംഘങ്ങൾ പുറപ്പെട്ടിട്ടുള്ളതായിട്ട് അറിഞ്ഞിട്ടില്ല. ആരൊക്കെ പോകുന്നുണ്ടെന്നുള്ളതും വ്യക്തമല്ല. ഫാദർ, അടുത്ത മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുന്ന സമയത്തും ചില മാനദണ്ഡങ്ങൾ ഉണ്ടാവില്ലേ? അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ് ഫാദർ? അടുത്ത മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുവാനുള്ള ഔദ്യോഗികമായ ഉത്തരവാദിത്വം കർദിനാൾ തിരുസംഘത്തിനാണ്. ഞാൻ സൂചിപ്പിച്ചതുപോലെ 80 വയസ്സിൽ താഴെ പ്രായമുള്ള കർദിനാളന്മാരാണ് ഒരുമിച്ച് ചേർന്ന് കോൺക്ലേവ് എന്ന് പറയുന്ന ആ സമ്മേളനം വത്തിക്കാനിലെ സിസ്റ്റൈൻ ചാപ്പലിലാണ് അത് നടക്കുന്നത്. ഏറ്റവും അതീവ രഹസ്യമായിട്ടുള്ള ഒരു ചടങ്ങും തിരഞ്ഞെടുപ്പുമാണ് അവിടെ നടക്കുക. അപ്പോൾ ഈ ദിവസങ്ങളിൽ കർദിനാൾ സംഘം ഒരുമിച്ച് ചേർന്ന് ആ കോൺക്ലേവ് ആരംഭിക്കേണ്ട തീയതിയൊക്കെ നിശ്ചയിക്കും. ചട്ടപ്രകാരം പാപ്പായുടെ മരണശേഷം ഒരു 20 ദിവസത്തിനകം ഈ തിരഞ്ഞെടുപ്പ് പ്രക്രിയകൾ ആരംഭിക്കണമെന്നാണ്. അപ്പോൾ കർദിനാളന്മാരെല്ലാവരും വത്തിക്കാനിലെത്തി 80 വയസ്സിൽ താഴെയുള്ള കർദിനാളന്മാരെല്ലാവരും ആ കോൺക്ലേവിൽ സംബന്ധിക്കുകയും പരിശുദ്ധാത്മാവിനോടുള്ള പ്രാർത്ഥനകളോടുകൂടെ പരിപൂർണ നിശബ്ദതയിൽ ആ കോൺക്ലേവിലായിരിക്കുകയും ധ്യാന ചിന്തകൾക്ക് ശേഷം അവരുടെ ആ തിരഞ്ഞെടുപ്പ് പ്രക്രിയ ആരംഭിക്കുകയും ചെയ്യും. അതീവ രഹസ്യമായിട്ടാണ് അത് നടക്കുക. അതേസമയം ലോകത്തിന് ആ ഉള്ളിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പ് പ്രക്രിയകൾ അറിയുവാനുള്ള സംവിധാനമുണ്ട്. അത് ആധുനിക സാങ്കേതിക വിദ്യകളിലൂടെയല്ല, പരമ്പരാഗതമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ്. സിസ്റ്റൈൻ ചാപ്പലിൻ്റെ മുകളിലുള്ള ഒരു ചിമ്മിനിയിലൂടെ പുറത്തേക്ക് വരുന്ന പുകയാണ് അതിൻ്റെ അടയാളം. തിരഞ്ഞെടുപ്പ് പൂർത്തിയായിട്ടില്ല എങ്കിൽ, ഒരു വ്യക്തിയെ ഭൂരിപക്ഷത്തോടുകൂടെ തിരഞ്ഞെടുക്കുവാൻ സാധിച്ചിട്ടില്ല എങ്കിൽ ആ ചിമ്മിനിയിലൂടെ കറുത്ത പുക പുറത്തേക്ക് വരും. അതിനുശേഷം എപ്പോൾ ഒരു പാപ്പായെ തിരഞ്ഞെടുക്കുന്നുവോ ആ തിരഞ്ഞെടുക്കപ്പെടുന്ന നിമിഷം തന്നെ വെളുത്ത പുക ആ ചിമ്മിനിയിലൂടെ വരും. അങ്ങനെയാണ് ആദ്യമായി ലോകത്തോട് പാപ്പായെ തിരഞ്ഞെടുത്തു എന്ന് വിളംബരം ചെയ്യുന്നത്. നമുക്കറിയാം, ഫ്രാൻസിസ് മാർപ്പാപ്പ വിവിധ രാജ്യങ്ങൾ സന്ദർശിച്ചൊരു വ്യക്തിയാണ്. സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവെന്ന് വിളിക്കാവുന്ന തരത്തിൽ എത്ര രാജ്യങ്ങളിൽ സമാധാനം പുലരുന്നില്ല എന്ന കണ്ടെത്തലിനെ തുടർന്ന് അവിടെയൊക്കെ അതീവ സുരക്ഷാ സാഹചര്യങ്ങളുള്ള ഇടങ്ങളിൽ പോലും യാത്ര ചെയ്ത് സമാധാനത്തിൻ്റെ സന്ദേശങ്ങൾ കൈമാറിയ ആളാണ്. അതേക്കുറിച്ച് എന്താണ് ഫാദറിന് പറയാനുള്ളത്? അതെ, നിശ്ചയമായിട്ടും പരിശുദ്ധ പാപ്പ സമാധാന ദൂതൻ തന്നെയായിരുന്നു. യാത്രകൾ പ്രശ്നങ്ങളുള്ള സംഘർഷഭരിതമായ ഇടങ്ങളിലേക്ക് പോകുവാനും അതിലുപരി പാപ്പയുടെ യാത്രകൾ വളരെ വ്യത്യസ്തതകളുള്ളതായിരുന്നു. പലപ്പോഴും അദ്ദേഹം യാത്രകൾ ചെയ്തത് വളരെ ചെറിയ രാജ്യങ്ങളിലേക്കും വളരെ ചെറിയ ക്രൈസ്തവ സമൂഹമുള്ള രാജ്യങ്ങളിലേക്ക് പോലും അദ്ദേഹം യാത്ര ചെയ്യുകയും അവിടെ എത്തി അവരുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുകയും പ്രത്യാശ നൽകുകയും ചെയ്തിരുന്നു. അതിലുപരി പാപ്പായുടെ ജീവിതം ദർശിക്കുമ്പോൾ നമുക്കറിയാം, വളരെ പെട്ടെന്നാണ് പാപ്പ ദിവംഗതനായത്. കാരണം ഈസ്റ്റർ ഞായറാഴ്ച അദ്ദേഹം വത്തിക്കാൻ ചത്വരത്തിൽ കൂടി വന്ന് ലക്ഷക്കണക്കിന് വിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് കുറഞ്ഞ വാക്കുകളിലാണെങ്കിലും സംസാരിച്ചു. അപ്പോൾ നൽകിയ സന്ദേശത്തിൽ പോലും അവസാനമായിട്ട് ഈ ലോകത്തിൽ നിന്ന് വിട പറയുന്നതിന് തൊട്ട് മുൻപ് നൽകിയ ആ സന്ദേശത്തിൽ പോലും പാപ്പ ആവശ്യപ്പെട്ടത് യുദ്ധങ്ങൾ അവസാനിപ്പിക്കണം. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മളുടെ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങൾ, റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം, അതുപോലെ പാലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം, ആ യുദ്ധത്തിൻ്റെ കെടുതികളിൽ വേദന അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളെയും അനാഥരാക്കപ്പെടുന്ന നിരാലംബരായ മനുഷ്യരെയും ഓർത്ത് പാപ്പയുടെ ഹൃദയം എപ്പോഴും വേദനിച്ചിരുന്നു. അപ്പോൾ ലോകത്തിൽ സമാധാനം ഉണ്ടാകണമെന്ന് ലോകരാഷ്ട്രങ്ങളോടും രാഷ്ട്ര നേതാക്കന്മാരോടുമൊക്കെ നിർദ്ദേശിക്കുകയും അപേക്ഷിക്കുകയും ചെയ്തിരുന്ന പാപ്പായാണ്. സമാധാന ദൂതനായി തന്നെയാണ് അദ്ദേഹം അവസാന നിമിഷം വരെയും പ്രവർത്തിച്ചതും കടന്നുപോയതും.
തീർച്ചയായും വളരെ നന്ദി ഫാദർ തോമസ് തറയിൽ. KCBC വക്താവാണ് അദ്ദേഹം. ഒപ്പം ചേർന്നതിന് വിവരങ്ങളും അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളും ഒക്കെ പങ്കുവച്ചതിനും